ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സും അതിൻ്റെ സോൾവ്ഡ് പ്രോബ്ലംസും ആണ് കേട്ടോ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലും പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആണ് കേട്ടോ നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമുക്ക് പഠിക്കാം. അത് എന്തായാലും ചോദിക്കും, എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ടോപ്പിക് ആണെന്നൊന്ന് പഠിച്ചു വെച്ചോ. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു കുട്ടികളെ? ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ യു എന്ന് പറയുന്ന വേറൊരു വെക്ടർ വന്നിട്ടുണ്ടാവും. അപ്പോൾ യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള എഫിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ബൈ ഡെഫിനേഷൻ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡെൽ എഫ് അല്ലെ, ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് യു ആണല്ലോ. ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, യു എന്ന് പറയുന്ന വേറൊരു വെക്ടറാണ്. സോ നമുക്കറിയാം എ ഡോട്ട് ബി, രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ. തീറ്റ എന്ന് പറയുന്നത് ഈ വെക്ടർ എയുടെയും വെക്ടർ ബിൻ്റെയും ഇടയിലുള്ള ഒരു ആംഗിളാണ്. അതായത് വെക്ടർ എയുടെയും ബിയുടെയും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ ഡെൽ എഫ് ഡോട്ട് യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം കുട്ടികളെ? ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടറിൻ്റെ മോഡുലസ്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് യു. ഇവിടെ ഡോട്ട് ഇല്ല കേട്ടോ. മോഡുലസ് ഓഫ് യു ഇൻറ്റു കോസ് തീറ്റ എന്ന് നമുക്ക് ഡെൽ എഫ് ഡോട്ട് യുവിന് നമുക്ക് ഇങ്ങനെ എഴുതാം ആണല്ലോ. ദെൻ യു എന്ന് പറയുന്നത് ആക്ച്വലി യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ യൂണിറ്റ് വെക്ടറിൻ്റെ മോഡുലസ് മീൻസ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വൺ ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത്രയും ഓക്കെ അല്ലേ. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു നമുക്ക് കിട്ടി മോഡുലസ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂസ് ഓഫ് കോസ് തീറ്റ. കോസ് തീറ്റേൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വേരി ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം കോസ് തീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, കോസ് തീറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് മിനിമം വാല്യൂ -1, മാക്സിമം 1 ആണ് കോസ് തീറ്റേൻ്റെ വാല്യൂ. അതായത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് കോസ് തീറ്റേൻ്റെ വാല്യൂ ലൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് കോസ് തീറ്റ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 1. വാട്ട് ഈസ് ദ മിനിമം വാല്യൂ? -1. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ? 1. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എഫ് ഇൻക്രീസസ് മാക്സിമം, അതായത് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയിലോട്ട് പോവാണ് കേട്ടോ. ബൈ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഈസ് വാട്ട്? ഡെൽ എഫ് ഡോട്ട് യു. വാട്ട് വി ഗെറ്റ്? മോഡ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി ആണല്ലോ. ഇനി നോക്കിക്കേ, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എഫ് ഇൻക്രീസസ്. എഫ് ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി കേട്ടോ. എഫ് ഇൻക്രീസസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഓർ എന്ത്? മാക്സിമം വാല്യൂ most rapidly increases most rapidly എപ്പോഴാ? when cos theta equal to 1 and theta equal to 0. നോക്കിക്കേ, എഫ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം വാല്യൂ മോസ്റ്റ് റാപ്പിഡ്ലി നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? വെൻ കോസ് തീറ്റ ഈക്വൽ ടു 1. കോസ് തീറ്റേൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത് അല്ലേ. കാരണം എന്താണ്? കോസ് തീറ്റേൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് 1ലാണ്. സോ 1ലായതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം കിട്ടുന്നത് എപ്പോഴായിരിക്കും? വെൻ കോസ് തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ കോസ് തീറ്റ 1 ആകുന്ന എപ്പോഴാണ്? തീറ്റ ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് തീറ്റ ഈക്വൽ ടു 0? തീറ്റ ഈക്വൽ ടു 0 മീൻസ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡെൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടറാണ് അല്ലേ. നമ്മൾ ഗ്രേഡിയൻ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വെക്ടറാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടർ എന്നിരിക്കട്ടെ. ഓക്കെ, ഇനി തീറ്റ 0 അല്ലേ. 0 എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് വെക്ടർ എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന വെക്ടർ ആണല്ലോ. അപ്പോൾ യു എന്ന് പറയുന്ന വെക്ടർ, അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സും പാരലൽ ആകുമ്പോൾ
പാരലൽ ആകുമ്പോൾ ഒരേ ഡിറക്ഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡെൽ എഫ് ആൻഡ് യു? ഡെൽ എഫ് ആൻഡ് യു എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. ആണല്ലോ. ഒരേ ഡയറക്ഷനിലാവുമ്പോഴത്തേക്കും വാല്യൂ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി 0 ആണ്. 0 ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് എന്ത് നമുക്ക് കിട്ടുക? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം ആയിട്ട് കിട്ടുക. സോ വാട്ട് ഈസ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഡെൽ എഫ് ഇൻറ്റു കോസ് 0, റൈറ്റ്? സോ വാട്ട് ഈസ് കോസ് 0? കോസ് 0ൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. സോ നമുക്ക് അന്നേരം നമുക്ക് എന്ത് കിട്ടും? ഡെൽ എഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഹിയർ ദാറ്റ് ഈസ് ഡെൽ എഫ് ആൻഡ് യു ആർ ഇൻ ദ സെയിം ഡിറക്ഷൻ, സെയിം ഡിറക്ഷനിലാകുന്ന കേസിലാണ് തീറ്റ എന്താവുന്നത്? 0 ആകുന്നത്. സെയിം ഡിറക്ഷൻ ആകുമ്പോൾ what happened? Theta will become 0. Theta 0 ആകുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് മോഡ് ഡെൽ എഫ് ഇൻറ്റു കോസ് 0, ഇറ്റ് വിൽ ബിക്കംസ് ഡെൽ എഫ്. സോ ഇതാണ് എന്ത്? മാക്സിമം വാല്യൂ. എന്താണ്? മാക്സിമം വാല്യൂ. വാട്ട് ഈസ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് increases most rapidly when del f and u are in the same direction. Okay, ക്ലിയർ? അപ്പോൾ മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്? ഡെൽ എഫും യുവും സെയിം ഡിറക്ഷനിലാകുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് വാട്ട്? മോഡ് ഡെൽ എഫ് ആണ്. ക്ലിയർ ആയോ? ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? എഫ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? മാക്സിമം വാല്യൂ ഇസ് വാട്ട്? ഡെൽ എഫ്. വെൻ ഇറ്റ് വിൽ ഗെറ്റ്, എപ്പോഴാണ് നമുക്കത് കിട്ടുന്നത്? ഡെൽ എഫ് മോഡുലസ് ഓഫ് ഡെൽ എഫിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഡെൽ എഫും യുവും ഈ രണ്ട് വെക്ടേഴ്സും ഒരേ ഡിറക്ഷനിൽ പോകുമ്പോഴത്തേക്കും, ഒരേ ഡിറക്ഷനിലായിരിക്കുമ്പോഴത്തേക്കുമാണ്. അതായത് ഡെൽ എഫ് ആൻഡ് യു ആർ ഇൻ ദ സെയിം ഡിറക്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് തനിയെ പറയാവുന്നതേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ മാക്സിമം വാല്യൂ എടുത്തതുപോലെ തന്നെ നമുക്ക് എന്തെടുക്കാം? മിനിമം വാല്യൂ എടുക്കാം. സോ മിനിമം വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? നമ്മൾ പഠിച്ചു കോസ് തീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ് അല്ലേ? അതായത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചേക്കുന്നത്. അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. സോ വാട്ട് ഈസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? മോഡ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് പൈ ആകുന്ന സമയത്ത്, ദാറ്റ് ഈസ് പൈ. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു പൈ, തീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പൈ ആകുന്ന കേസിൽ കോസ് പൈൻ്റെ വാല്യൂ എന്ത് കിട്ടും കുട്ടികളെ? കോസ് പൈൻ്റെ വാല്യൂ -1 വരുന്നത്. അന്നേരം നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഇൻറ്റു മോഡ് ഡെൽ എഫ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. എന്ത് കിട്ടും? മൈനസ് ഇൻറ്റു മോഡ് ഡെൽ എഫ്. അതായത് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇത് വെക്ടർ യു എന്നിരിക്കട്ടെ, ഇതെന്ന് പറയുന്നത് ഡെൽ എഫ് എന്നിരിക്കട്ടെ. അതായത് രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ആംഗിൾ നമ്മൾ പൈ ആയിട്ടാണ് എടുക്കുന്നത്. സെയിം ഡിറക്ഷൻ ആണെങ്കിൽ ആംഗിൾ ഈസ് 0 ആൻഡ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ, രണ്ട് വെക്ടേഴ്സും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ഈസ് പൈ ആൻഡ് കോസ് പൈ ഈസ് വാട്ട്? കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. കോസ് പൈൻ്റെ വാല്യൂ -1 ആകുമ്പോൾ വാട്ട് വിൽ വി ഗെറ്റ്? ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഡെൽ എഫ് ഇൻറ്റു കോസ് പൈ. ദെൻ വാട്ട് ഈസ് കോസ് പൈ? കോസ് പൈ ഈസ് -1 ഇൻറ്റു മോഡ് ഡെൽ എഫ്. അതായിരിക്കും നമുക്ക് കിട്ടുക. എപ്പോഴാണ്? വെൻ യു ആൻഡ് ഡെൽ എഫ് ആർ ട്രാവലിംഗ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനിൽ, അതായത് വെൻ തീറ്റ ഈക്വൽ ടു പൈ, what can we write? F decreases rapidly. F decreases rapidly in the direction of എന്തെന്ന് പറയാം? മൈനസ് ഡെൽ എഫ് എന്ന് പറയാം. ഓക്കെ, സോ എഫ് ഡിക്രീസസ് റാപ്പിഡ്ലി in the direction of minus del f and f increases അല്ലെങ്കിൽ maximum value എന്ന് പറയുന്നത് മോഡ് ഡെൽ എഫ് ആണെങ്കിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് മോഡ് ഡെൽ എഫ് ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി നമുക്കിനി എന്താ വേണ്ടത്? ഇനി ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടി കൂടെ
പറഞ്ഞിട്ട് നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ തീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി വന്നാൽ, അതായത് ഇത് നമ്മുടെ ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടറാണ്, ഇത് നമ്മുടെ യു എന്ന് പറയുന്ന വെക്ടറാണ്. സോ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡെൽ എഫ് ആൻഡ് യു? 90 ഡിഗ്രി അല്ലേ. സോ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് പരസ്പരം ഇങ്ങനെ ഓർത്തോഗണലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ വിൽ ബിക്കം 90 ഡിഗ്രി. അപ്പം 90 ഡിഗ്രി ആകുന്ന കേസിൽ നമുക്കറിയാം കോസ് 90ൻ്റെ വാല്യൂ എന്താണ് കുട്ടികളെ? കോസ് 90ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ കോസ് 90 0 ആകുന്ന കേസിൽ നമുക്ക് എന്ത് കിട്ടില്ല? വാല്യൂ, അതായത് ഡയറക്ഷൻ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡെൽ എഫ് ഡോട്ട് യു ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഇൻറ്റു യു മോഡുലസ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു മോഡ് യുവിൻ്റെ വാല്യൂ 1 ആണ്, നമുക്കതറിയാം. ദെൻ വേറെ എന്താണ് വരുന്നത്? കോസ് തീറ്റ. ഇവിടെ തീറ്റേൻ്റെ വാല്യൂ 90 ആകുമ്പോൾ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ്? ചേഞ്ച് ഉണ്ടോ? ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിന് ചേഞ്ച് ഉണ്ടോ? വരുന്നില്ല. ഇവിടെ ഡയറക്ഷൻ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് 0 ആകുന്ന കണ്ടീഷൻ എപ്പോഴാണ്? Directional derivative will become 0 when theta becomes 90 degree. അതായത് del f and u lies perpendicular to each other ആകുമ്പോൾ, orthogonal to each other ആകുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ടോ? ഇല്ല. ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് del f and vector u when del f and u lies perpendicular or orthogonal to each other. Orthogonal ആകുന്ന കേസിൽ orthogonal to each other, then directional derivative എന്ന് പറയുന്നത് d of f, directional derivative has no change ഉണ്ടോ? അതായത് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ചേഞ്ച് വരത്തില്ല. ഡി യു എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. സ്റ്റേറ്റ്മെന്റ് തന്നെ പഠിക്കണം കേട്ടോ പരീക്ഷയ്ക്ക്. അപ്പോൾ നോക്കിക്കേ, ഡെൽ എഫ് ഡോട്ട് യു നമുക്കറിയാം ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഇസ് ഡെൽ എഫ് ഡോട്ട് യു ഈക്വൽ ടു മോഡ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? ദ ഫംഗ്ഷൻ എഫ് ഇൻക്രീസസ് മോഡ് റാപ്പിഡ്ലി വെൻ കോസ് തീറ്റ ഈക്വൽ ടു 1 or when theta equal to 0. So, and u is in the direction of del f. That is, at each point P in its domain F increases most rapidly in the direction of the gradient vector del f at the point P. The derivative in this direction is what? What is the derivative? Our directional derivative ആണ് directional derivative എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്? മോഡ് del f എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. അതുപോലെ similarly F decreases most rapidly. F കുറയുന്നത് decreases most rapidly in the direction of minus del f, and the corresponding derivative എന്ന് പറയുന്നത് എന്താണ്? Derivative will be equal to mod del f into cos pi ആണ്. cos pi ൻ്റെ വാല്യൂ -1 ആയതുകൊണ്ട് -1 ഇൻറ്റു മോഡ് del f എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് മോഡ് del f. അതുപോലെ എനി ഡയറക്ഷൻ യു, ഏതെങ്കിലും ഡയറക്ഷൻ, എനി ഡയറക്ഷൻ യു ബട്ട് ഇറ്റ് ഈസ് ഓർത്തോഗണൽ ടു ഗ്രേഡിയൻ്റ് del f. del f ന് ഓർത്തോഗണൽ ആവുകയാണെന്നുണ്ടെങ്കിൽ സച്ച് ദാറ്റ് del f നോട്ട് ഈക്വൽ ടു 0. del f 0 ഒന്നും ആകാനും പാടില്ല. In a direction of 0 change in f because theta then equals to pi by 2. അപ്പോൾ തീറ്റ പൈ ബൈ 2 ആകുന്ന കേസിൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി ഡെറിവേറ്റീവ് ആണ്, മീൻസ് ചേഞ്ച് ഓഫ് എഫ് ആണ്. അപ്പോൾ ആ ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മനസ്സിലായി? ദർ ഇസ് 0 ചേഞ്ച് ആയിരിക്കും വരുന്നത്. 0 ചേഞ്ച് അല്ലെങ്കിൽ നോ ചേഞ്ച് ആയിരിക്കും വരുന്നത്. ദാറ്റ് ഇസ് മോഡ് del f ഇൻറ്റു കോസ് 90ൻ്റെ വാല്യൂ 0 ആണ്. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വാല്യൂ വിൽ ബിക്കം 0. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് നല്ല പക്കയായിട്ട് പഠിച്ചു വെച്ച് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോ. ഓക്കെ, നമുക്കിനി പ്രോബ്ലംസിലോട്ട് പോകാം. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് ദ ഡിറക്ഷൻ ഇൻ വിച്ച്
f of xy equal to x square by 2 plus y square by 2 increases most rapidly at the point 1, 1, decreases most rapidly at 1, 1. What are the directions of zero change in f at 1, 1? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, ഈ എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ ഇൻക്രീസ് ആകുന്നത് അറ്റ് ദ പോയിന്റ് 1, 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇൻക്രീസ് ആകുന്ന കറസ്പോണ്ടിങ് ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്, ഡിക്രീസ് ആകുന്ന ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട് അറ്റ് ദ പോയിന്റ് 1, 1. ഇനി ഏതൊക്കെ ഡയറക്ഷനിലാണ് ഫംഗ്ഷന് എന്ത് സീറോ ചേഞ്ച് ഉണ്ടാകുന്നത് അറ്റ് ദ പോയിന്റ് 1, 1. ഇതാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പം ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ചോദിക്കുമ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് കണ്ടെത്തേണ്ടതെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. സോ വാട്ട് ഈസ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. സോ ദ ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് അല്ലേ? ദ ഫംഗ്ഷൻ increases most rapidly in the direction of del f at 1, 1. Okay, then del f ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? So what is del f? Del f ന്റെ വാല്യൂ എന്താ നമുക്ക് അറിയാം? dou f by dou x into I plus dou f by dou y into j plus dou f by dou z into k, right? നമുക്കിത് അറിയാം അല്ലേ? നമുക്കിനി ഓരോ വാല്യൂസ് ആയിട്ട് കണ്ടെത്താം. നമുക്ക് തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡോ എഫ് ബൈ ഡോ എക്സ് വേണം, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ സെഡ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നൗ ഡോ എഫ് ബൈ ഡോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ആണല്ലോ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ? ഈ ടേം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 കോൺസ്റ്റൻറ്റ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. 2 ക്യാൻസൽ, എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടുവേ. അതുപോലെ ഡോ എഫ് ബൈ ഡോ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2. സോ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് 0 ആണ്. ദെൻ നമുക്കിത് ചെയ്താൽ മതി. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2y ആണ്. 2 ക്യാൻസൽ, വൈ കിട്ടി. നമുക്ക് വേണ്ട ഡോ എഫ് ബൈ ഡോ സെഡ് ആണ്. സോ വാട്ട് ഈസ് ഡോ എഫ് ബൈ ഡോ സെഡ്? ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 0 ആണ്. കാരണം നമുക്കിവിടെ എക്സും വൈയിലുമാണ് നമുക്ക് ഫംഗ്ഷൻ തന്നേക്കുന്നത്. അതുകൊണ്ട് ഡോ എഫ് ബൈ ഡോ സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ പോയിന്റിൽ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? 1, 1 അല്ലേ? സോ ഡെൽ എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ, അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ. വാട്ട് ഇസ് ഡോ എഫ് ബൈ ഡോ എക്സ്? എക്സ്. വാട്ട് ഇസ് ഡോ എഫ് ബൈ ഡോ വൈ? വൈ ഇൻറ്റു ജെ അല്ലേ? അറ്റ് ദ പോയിന്റ് 1, 1 ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ. ഇങ്ങനെയല്ലേ വരത്തുള്ളൂ? ആണല്ലോ, ഐ പ്ലസ് ജെ. നമുക്കിനി എന്താ വേണ്ടത്? ഗ്രേഡിയൻ വെക്ടർ വേണം. അതിന് യൂണിറ്റ് വെക്ടർ വേണ്ടേ? വേണം. അപ്പോൾ യൂണിറ്റ് വെക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഒരു വെക്ടർ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ യൂണിറ്റ് വെക്ടർ യു ഇൻ ദ ഡയറക്ഷൻ, യൂണിറ്റ് വെക്ടർ യു ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ് വെക്ടർ യു ഇസ് ഈക്വൽ ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് എന്ന് പറയുന്നത് എന്താ? വിച്ച് ഇസ് ഡെൽ എഫ്, വെക്ടർ ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡ് ഡെൽ എഫ് ആണല്ലോ.
യൂണിറ്റ് വെക്ടർ യു ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. നമുക്കിവിടെ വേറൊരു വെക്ടർ തന്നിട്ടില്ല, ഡെൽ എഫിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ഡെൽ എഫ്? ഐ പ്ലസ് ജെ ആണല്ലോ, ഡിവൈഡ് ബൈ മോഡ് ഡെൽ എഫ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്വയർ റൂട്ട് ഓഫ് ഐൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് ജെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1 സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടി? ഐ പ്ലസ് ജെ ബൈ റൂട്ട് 2. ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ഡയറക്ഷനാണ് ചോദിച്ചേക്കുന്നത്, വാല്യൂ അല്ല നമുക്ക് ചോദിച്ചേക്കുന്നത്. നമുക്ക് ചോദിച്ചേക്കുന്നത് ഡയറക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ഡിറക്ഷൻ ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് വൈ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് ദ പോയിന്റ് 1,1 എന്നാണ്. അപ്പോൾ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡെൽ എഫ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനാണ് ചോദിച്ചേക്കുന്നത്. സോ അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം? ഫംഗ്ഷൻ ഇൻക്രീസസ് ഇൻ ദ ഡിറക്ഷൻ, അതിൻ്റെ വാല്യൂ ചോദിച്ചിട്ടില്ല. The function increases most rapidly in the direction ഏത് ഡയറക്ഷനിലാ? ഈ ഡയറക്ഷനിൽ, അതായത് ഐ ബൈ റൂട്ട് 2 പ്ലസ് ജെ ബൈ റൂട്ട് 2. ഇതിൻ്റെ വാല്യൂ അല്ല ചോദിച്ചേക്കുന്ന കുട്ടികളെ, ഡയറക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡിറക്ഷൻ ഇൻ വിച്ച് the given function f decreases most rapidly. ഇപ്പോൾ decreases most rapidly എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം the function decreases most rapidly in the direction of minus del f, in the direction of minus del f at 1,1 എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഡിക്രീസ് ചെയ്യുന്നത് മൈനസ് ഡെൽ എഫിലാണ്. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിക്കം മൈനസ് യു, ദാറ്റ് ഈസ് മൈനസ് 1/√2 മൈനസ് 1/√2 ജെ. ഇവിടെ മൈനസ് 1/√2 ഐ ഉണ്ട്, മൈനസ് 1/√2 ഐ മൈനസ് 1/√2 ജെ. ഇതിലായിരിക്കും എന്ത്? ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് യു ആണ്. ഓക്കെ, ഇൻക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ആണെങ്കിൽ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് യു. ഓക്കെ, ക്ലിയർ ആയോ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ മോഡ് ഡെൽ എഫ് എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടില്ല കേട്ടോ, ഡയറക്ഷൻ മാത്രമാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത മൂന്നാമത്തത് ചോദിച്ചേക്കുന്നത് വാട്ട് ആർ ദ ഡിറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച് ഇൻ എഫ് അറ്റ് 1,1. അതായത് സീറോ ചേഞ്ച്, എഫിന് സീറോ ചേഞ്ച് ഉണ്ടാകുന്ന ഡയറക്ഷൻ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ദ direction of zero change at 1,1 are the directions orthogonal to del f. അല്ലേ? ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന എപ്പോഴാണ്? ഈ ഡെൽ എഫിന് ഓർത്തോഗണലായിട്ട് വരുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ ഓർത്തോഗണൽ വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടണം? സീറോ കിട്ടണം ആണല്ലോ. സോ നമുക്ക് നമ്മുടെ ഗിവൺ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വെക്ടർ യു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? 1/√2 ഐ പ്ലസ് 1/√2 ജെ. ഇതിന് ഓർത്തോഗണലായിട്ട് വരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷൻസ് വരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഓർത്തോഗണൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം, നമുക്ക് അതിനെ n ആയിട്ട് എടുക്കാം. n ഈക്വൽ ടു ഇവിടെ 1/√2 ഉണ്ട് അല്ലേ, അതൊന്ന് മൈനസ് 1/√2 ആയി എടുക്കുക, പ്ലസ് 1/√2 ജെ. സെക്കൻഡ് എന്ന് പറയുന്നത് മൈനസ് n ആണ്. മൈനസ് n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ നെഗറ്റീവ് വാല്യൂ. ഇപ്പോൾ n ഈക്വൽ ടു മൈനസ് 1/√2 ഐ ആണെങ്കിൽ മൈനസ് n എടുക്കുമ്പോഴത്തേക്കും 1/√2 ഐ മൈനസ് ഇവിടെ പ്ലസ് 1/√2 ജെ ആണ് എന്നിൽ, ഇവിടെ മൈനസ് 1/√2 ജെ വരെ. ഓക്കെ, ഇത് രണ്ടുമാണ് വരുന്നത്. അത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 1/√2 ഐ പ്ലസ് 1/√2 ജെ. അപ്പോൾ ഇതിന്
ഇതിന് ഓർത്തോഗണലായിട്ട് വരുന്ന വെക്ടർ ഇത് യു ആണ്. ഇത് യു എന്ന് പറയുന്ന വെക്ടർ, അതായത് നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വെക്ടർ. അപ്പം ഇതിന് ഓർത്തോഗണലായിട്ട് വരുന്ന വെക്ടേഴ്സിന്റെ ഡയറക്ഷനിലാണ് നമ്മുടെ ഫംഗ്ഷന് സീറോ ചേഞ്ച് വരുന്നത്. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാനായിട്ട് ഈ തന്നിരിക്കുന്ന വെക്ടർ ഉണ്ടല്ലോ യു എന്ന് പറഞ്ഞ ഈ വെക്ടറിന്റെ ഓർത്തോഗണൽ വെക്ടേഴ്സ് നമ്മൾ എഴുതാൻ എളുപ്പം എന്ന് പറയുന്നത് ഇവിടെ 1/√. ഐ നമ്മൾ എടുത്തല്ലേ, ഐ എടുത്തു, ഐൻ്റെ കോഎഫിഷ്യന്റ് 1/√2 ആണെങ്കിൽ നമ്മളിവിടെ ഇതിൻ്റെ ഓർത്തോഗണൽ വെക്ടർ എഴുതുമ്പോൾ -1/√2 എടുക്കുക. ദെൻ മറ്റേത് അതുപോലെ തന്നെ എടുക്കുക. ദെൻ ഇത് n കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഡയറക്ഷൻ കൂടെ എടുക്കുക, -n. -n എന്ന് പറയുമ്പോഴത്തേക്കും ഈ മേളിൽ എഴുതിയ എന്നിൻ്റെ നെഗറ്റീവ് എടുത്താൽ മതിയാകും. ഓക്കെ, സച്ച് ദാറ്റ് എങ്ങനെ നമുക്ക് ഓർത്തോഗണൽ എന്ന് മനസ്സിലാക്കാം? യു ഡോട്ട് വെക്ടർ n ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. ഓക്കെ, അപ്പോൾ യു ഡോട്ട് വെക്ടർ n എടുത്ത് നിങ്ങൾ, അതായത് 1/√2i പ്ലസ് 1/√2j ഡോട്ട് -1/√2i പ്ലസ് 1/√2j ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐൻ്റെ ടേംസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1/2. അടുത്ത ജെയിൻ്റെ ടേംസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് +1/2. വാല്യൂ എന്ത് വരും? 0 വരും. ഓക്കെ, ഇതുപോലെ നിങ്ങൾ -n യു ഡോട്ട് -n ചെയ്താൽ, യു ഡോട്ട് -n എന്ന് പറഞ്ഞ വെക്ടർ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടണം. 0 കിട്ടണം എന്നാലേ ഓർത്തോഗണൽ എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ? അപ്പം നമുക്കിവിടെ ഡയറക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഡയറക്ഷൻ വെക്ടറിൻ്റെ ഫോമിൽ ഡയറക്ഷൻ എഴുതിയേക്കുന്നത്. ഓക്കെ, ക്ലിയർ. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എക്സാമിന് ഇതുപോലത്തെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f(x,y,z). നമുക്കൊരു f(x,y,z) 3 ഡയമെൻഷനിലുള്ളതാണ് തന്നേക്കുന്നത്. x³ - xy² - z അറ്റ് ഗിവൺ പോയിന്റ് 1, 1, 0 ഇൻ ദ ഡിറക്ഷൻ ഓഫ്, വേറൊരു വെക്ടറാണ് തന്നേക്കുന്നത്, ഇൻ ദ ഡിറക്ഷൻ ഓഫ് v. സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിറക്ഷൻ ഗിവൺ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെടുക്കണം? തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ∇f കണ്ടുപിടിച്ചിട്ട് ആ ∇fൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ∇fൻ്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ∇f ബൈ മോഡ് ∇f ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ കിട്ടും, യൂണിറ്റ് വെക്ടർ കിട്ടും. ചില ക്വസ്റ്റിനകത്ത് നമുക്ക് ഗിവൺ വെക്ടർ തരും, ചില ക്വസ്റ്റിനകത്ത് തരണമെന്നില്ല. തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ∇f എടുക്കുക. ∇f നമുക്ക് വെക്ടർ അല്ലേ കിട്ടുക, അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? മോഡ് ∇f ബൈ മോഡ് ∇f ചെയ്താൽ മതിയാവും കേട്ടോ. ∇f ബൈ മോഡ് ∇f, ഇവിടെ ടീച്ചർ എഴുതിയേക്കുന്ന തെറ്റാണേ, ഇങ്ങനെ വരുന്നത്. ∇f ബൈ മോഡ് ∇f ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് എഫ് കിട്ടും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ചില ക്വസ്റ്റിനകത്ത് നമുക്ക് തരും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എന്ന് വെച്ചാൽ നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്, അന്നേരം നമ്മൾ ഈ ഒരു കേസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമുക്ക് ഗിവൺ വെക്ടറിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ മതിയാകും. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f(x,y,z) equal to x³ - xy² - z at a point 1, 1, 0 in the direction of v. In what direction does f change most rapidly? ഏത് ഡയറക്ഷനിലാണ് എഫിൻ്റെ വാല്യൂ മോസ്റ്റ് റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ആവുന്നത് അറ്റ് ദ ഗിവൺ പോയിന്റ്? ആൻഡ് വാട്ട് ആർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ ഡിറക്ഷൻ? അങ്ങനെയാണെങ്കിൽ ആ ഡിറക്ഷനിലുള്ള റേറ്റ് ഓഫ് ചേഞ്ചും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് പോകാം. നമുക്ക് എന്താ തന്നേക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ എന്ന് പറയുന്നത്, വെക്ടർ അല്ല ഫംഗ്ഷൻ, ഗിവൺ ഫംഗ്ഷൻ f(x, y, z) ഈക്വൽ ടു എന്താ തന്നേക്കുന്നത്? x³ - xy² - z ആണല്ലോ. So first of all we have to calculate ∇f. ∇f കാൽക്കുലേറ്റ് ചെയ്യും. So what is ∇f? ∇f എന്ന് പറയുന്നത് ∂f by ∂x into I പ്ലസ് ∂f by ∂y into j പ്ലസ് ∂f by ∂z into k. നമുക്ക് ഓരോ ടേംസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, we have to calculate ∂f by ∂x, ∂f by ∂y and ∂f by ∂z. So what is ∂f by ∂x? ∂f by ∂x which is equal to ∂f by ∂x. So what is f? x³ minus xy² minus z. With respect to x ചെയ്യുമ്പോൾ y and z are constant. x മാത്രമാണ് അവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത്. സോ
dou by dou x of x cube minus dou by dou x of xy square minus dou by dou x of z. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അറിഞ്ഞുകൂടാത്ത കുട്ടികളും ഉണ്ട് ബേസിക്സ്. അപ്പോൾ ബേസിക്സ് അറിയാവുന്ന കുട്ടികൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആൻസർ എഴുതി പോകാം. അറിഞ്ഞുകൂടാത്ത കുട്ടികളും കൂടെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അപ്പോൾ അവരെയും കൂടെ മുമ്പോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്താ? 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻറ്റ്, വൈ സ്ക്വയർ ഞാൻ പുറത്തെടുത്തു. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് 0 ആണല്ലോ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0. സോ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 3x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, 3x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് നമ്മുടെ ഡോ എഫ് ബൈ ഡോ എക്സ്. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡോ എഫ് ബൈ ഡോ വൈ. So dou f by dou y which is equal to dou by dou y of x cube minus xy square minus z. ഇവിടെ വൈൻ്റെ ടേം വരുന്നത് ഈ ഒരൊറ്റ ടേമിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടേമും ഈ ടേമിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് എക്സ് വൈ സ്ക്വയർ മാത്രം ചെയ്താൽ മതി. വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ എക്സ് കോൺസ്റ്റന്റ്, ഞാൻ മൈനസ് എക്സ് പുറത്തെടുത്തേ. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് വൈ സ്ക്വയർ? 2y. അന്നേരം നമുക്ക് എന്ത് കിട്ടി? മൈനസ് 2xy എന്ന് പറഞ്ഞിട്ട് കിട്ടി ആണല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഡോ എഫ് ബൈ ഡോ സെഡ് കണ്ടുപിടിക്കണം. നൗ ഡോ എഫ് ബൈ ഡോ സെഡ്. സോ ഡോ എഫ് ബൈ ഡോ സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ സെഡ് ഓഫ് വാട്ട്? എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ സ്ക്വയർ മൈനസ് സെഡ്. ഇവിടെ സെഡിൻ്റെ ഈ ഒരൊറ്റ ടേം മാത്രമേ ഉള്ളൂ, ബാക്കി ഈ രണ്ട് ടേംസും കോൺസ്റ്റൻ്റ് ആണ്. അന്നേരം നമുക്ക് അത് മാത്രം ചെയ്യാം. ഡോ ബൈ ഡോ സെഡ് ഓഫ് മൈനസ് സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1. ഇത്രയും കിട്ടി. നൗ ഡെൽ എഫ്. വാട്ട് ഈസ് ഡെൽ എഫ്? ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ. വാട്ട് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ്? 3x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ. വാട്ട് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ? നമുക്ക് മൈനസ് 2xy ആണ് കിട്ടിയത്, അതുകൊണ്ട് മൈനസ് 2xy ഇൻറ്റു ജെ. വാട്ട് ഈസ് ഡോ എഫ് ബൈ ഡോ സെഡ്? മൈനസ് 1. അപ്പോൾ മൈനസ് കെ കിട്ടിയില്ലേ? നമുക്കിനി എന്താ വേണ്ടത്? ഡെൽ എഫ് അറ്റ് ദ ഗിവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ഈസ് ദ ഡെൽ എഫ് അറ്റ് ദ ഗിവൺ പോയിന്റ്? 1,1,0 കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1 ആൻഡ് സെഡ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 മൈനസ് വൈ സ്ക്വയർ, വൈൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ. 3 മൈനസ് 1 ഇൻറ്റു ഐ മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു ജെ മൈനസ് കെ വിച്ച് ഈസ് ഈക്വൽ ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് 2i. 2 ഇൻറ്റു 1 ഇൻറ്റു 1 2 ജെ മൈനസ് കെ. ഇതാണ് നമ്മുടെ എന്ത്? ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Find the derivative of f at p in the direction of v ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെൽ എഫ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി. Now we have to find out directional derivative of f in the direction of u, which is what? Del f dot ഇവിടെ u അല്ല, നമുക്ക് തന്നിരിക്കുന്ന വി ആണല്ലേ. സോ വെക്ടർ വി, അതിൻ്റെ യൂണിറ്റ് വെക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വി എന്ന് പറയുന്ന വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് വി ക്യാപ്? വി ക്യാപ് എന്ന് പറയുന്നത് വെക്ടർ വി ബൈ മോഡ് വി ആണ്. സോ വാട്ട് ഈസ് വെക്ടർ വി? 2i minus 3j plus 6k divided by modulus of v is what? Square root of coefficient of I in the square, that is 2 square 4 plus minus 3 in the square 9 plus 6 in the square 36. 36 plus 4 40, 40 plus 9 49. root 49 എന്ന് പറയുന്നത് എന്താണ്? 7 ആണ്. അന്നേരം നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി will become 2i minus 3j plus 6k whole divided by root 7. Okay, that is 2 by 7i minus 3 by 7j plus 6 by 7k. ഇതാണ് നമ്മുടെ
unit vector in the direction of v. So which is equal to del f dot v നമുക്ക് കണ്ടുപിടിക്കാം. What is del f? Del f നമുക്ക് കിട്ടിയത് 2i minus 2j minus k dot what is v? 2 by 7i minus 3 by 7j plus 6 by 7k. ഇന്നല്ലേ കിട്ടിയത് അല്ലേ? ഡോട്ട് പ്രോഡക്റ്റ് എടുത്തേ, നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തേ. അന്നേരം നമുക്ക് എന്ത് കിട്ടും? ഐൻ്റെ ടേംസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഐൻ്റെ ടേം ഇൻറ്റു ഐൻ്റെ ടേം. അതായത് ഇവിടെ 2i ഡോട്ട് 2 by 7i എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 2 4 by 7. ഇനി ജെൻ്റെ ടേംസ് minus 2 into minus 3 by 7 will become plus 6 by 7. അടുത്ത minus k dot 6 by 7k. അന്നേരം നമുക്ക് എന്ത് കിട്ടും? minus 6 by 7 plus 6 by 7 minus 6 by 7 cancel 4 by 7. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. സോ ഇൻ വാട്ട് ഡിറക്ഷൻ ഡസ് എഫ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വാട്ട് ഡിറക്ഷൻ ഡസ് എഫ് ചേഞ്ച് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് P0 and what are the rate of change എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി. അപ്പോൾ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് വാല്യൂ? 4 by 7 ആണ് കിട്ടിയേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ വാട്ട് ഡയറക്ഷൻ ഡസ് എഫ് ചേഞ്ച് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് B0 ആൻഡ് വാട്ട് ആർ ദ റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കിനി വാട്ട് ഡയറക്ഷൻ ഡസ് എഫ് ചേഞ്ച് മോസ്റ്റ് റാപ്പിഡ്ലി, ഏത് ഡയറക്ഷനിലാണ് എഫ് റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യുന്നത്? ദ ഫങ്ഷൻ എഫ്, നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ എഫ് ചേഞ്ചസ് മോസ്റ്റ് റാപ്പിഡ്ലി in the direction of del f. That is 2i minus 2j minus k and decreases most rapidly in the direction of minus del f. That is minus del f ആവുമ്പോൾ എങ്ങനെ വരും? minus 2i plus 2j plus k. Then the rate of change in the directions are, the rate of change in the directions are respectively ഏതൊക്കെയായിരിക്കും വരുന്നത്? അതായത് ഇൻക്രീസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് മോഡ് ഡെൽ എഫ് വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് -1 ദ ഹോൾ സ്ക്വയർ അല്ലേ? അതായത് ഇതല്ലേടാ ഡെൽ എഫ്. അതിൻ്റെ മോഡുലസ് എടുത്തേ നിങ്ങൾ. ഐൻ്റെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് ജെൻ്റെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് കെൻ്റെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ എടുക്കുന്നു, സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അന്നേരം നമുക്ക് എന്താ കിട്ടുക? 2 സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് 4 പ്ലസ് 1 ദാറ്റ് ഈസ് റൂട്ട് 9 വിച്ച് ഇസ് 3. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. The rate of change in the directions are respectively ഒന്ന് del f, ഒന്ന് മറ്റേത് മൈനസ് del f. മൈനസ് del f ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -3 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ പ്രോപ്പർട്ടീസ് നല്ല വൃത്തിക്ക് പഠിക്കുക. പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഇതുപോലെ ആയിരിക്കും സാമ്പിളിന് എക്സാമിന് ചോദിക്കുന്നത്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് എഴുതി പഠിച്ചോ, നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഫോർ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്, അതായത് നമ്മുടെ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, അതുമായിട്ട് മിസ് വരാം. സോ ഇനി അധികം ഡിലേ ആക്കത്തില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇത്രയും താമസിച്ചത്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുക, മാക്സിമം നേരത്തെ തന്നെ എന്ത് ചെയ്യാം, ക്ലാസ് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. സോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തും ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.